നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും. നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത്. ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, നമ്മളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ്. എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് പോകില്ല. പഴയതുപോലെ ആകുവാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക. എനിക്ക് എല്ലാം അറിയാം എന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം. വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക. ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു. മിക്ക മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകൾ അവർ ജീവിക്കുന്ന ലോകത്തിന്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു. ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നു എങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും. ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും. അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നത് വരെ നമ്മൾ കാത്തിരിക്കരുത്. എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും. നിങ്ങൾ ഭയത്തെ മറികടക്കുക. ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത്. എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക. നേടാൻ പ്രയാസമുള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ 3 കാര്യങ്ങൾ: സ്നേഹം, ബഹുമാനം, വിശ്വാസം. പരാജയം മാത്രം ഏറ്റുവാങ്ങി ജീവിതം ഒന്നും ചെയ്യാതെ ചിലവഴിച്ച ജീവിതത്തെക്കാൾ പ്രയോജനകരവും മൂല്യമേറിയതുമാണ്. ചതിക്കുന്ന സ്ത്രീകളെ 2 കാര്യങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങൾ അവൾ കരയും. നിങ്ങൾക്ക് വളരെ നിസ്സാര പരിക്കു പറ്റിയാൽ വിശ്വസിക്കാനാവാത്ത വിധം ആശങ്കപ്പെടും. വിജയം സന്തോഷത്തിന്റെ താക്കോലല്ല, സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരിക്കൽ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ, മറക്കാൻ കഴിയില്ല. ആത്മവിശ്വാസമാണ് പ്രധാനം. സ്വയം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക. തന്നിൽ വിശ്വസിക്കുക. തന്നെ തന്നെ സ്നേഹിക്കുക. അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം: അറിവ് എല്ലായിടത്തു നിന്നും കിട്ടും, എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടുന്നത്. ജീവിതത്തിൽ 2 നിയമങ്ങൾ പാലിക്കുക. 1. ആരോടും എല്ലാം പറയരുത്. 2. ഒന്നാമത് പറഞ്ഞത് ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഗുണനിലവാരത്തെ നിർണയിക്കുന്നു. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത്. നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം. ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക. മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നെങ്കിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടാവില്ല, പക്ഷേ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും. കൊതിച്ച ജീവിതത്തെ മനസ്സിന്റെ ഒരു കോണിൽ ഉറക്കി കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് പലരും. വാക്കുകൾ സ്വതന്ത്രമാണ്. നിങ്ങൾ അവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം. ജ്ഞാനിയായ മനുഷ്യൻ തനിക്കുണ്ടാകുന്ന വേദനകളെ സഹിക്കുന്നു, അംഗീകരിക്കുന്നു. എന്നാൽ ഒരിക്കലും അതിനെ ഭയന്ന് പിന്മാറുന്നില്ല. പരാജയം എന്നത് വീണ്ടും ആരംഭിക്കാനുള്ള അവസരമാണ്. ഇത്തവണ കൂടുതൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക. കഠിന പ്രവർത്തനം എല്ലായ്പ്പോഴും സന്തോഷം നൽകില്ലായിരിക്കാം, എന്നാൽ പ്രവർത്തനമില്ലാതെ സന്തോഷമില്ല. നമ്മൾ കേൾക്കുന്നതെല്ലാം അഭിപ്രായങ്ങളാണ്, വസ്തുതകളല്ല. നമ്മൾ കാണുന്നതെല്ലാം കാഴ്ചപ്പാടുകളാണ്, സത്യങ്ങളല്ല.
ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം കൊതിക്കുന്നവരാണ്. ചിരിക്കാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തണം. കരയാനുള്ള കാരണങ്ങൾ വേണ്ടപ്പെട്ടവർ തന്നെ നൽകുന്നതാണ്. വെല്ലുവിളികൾക്ക് മുന്നിൽ പകച്ചു നിന്ന് എനിക്കതിന് കഴിയില്ല എന്ന് വിധിയെഴുതി പിൻവാങ്ങുന്നത് വിഡ്ഢിത്തമാണ്. പുഴകൾ ഒരിക്കലും പുറകോട്ടൊഴുകില്ല. അതുപോലെ ഭൂതകാലം മറന്ന് നിങ്ങളുടെ ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എല്ലാ മനുഷ്യന്മാർക്കും രണ്ട് കഥകൾ ഉണ്ടാകും. ഒന്ന് അയാൾ ജീവിക്കുന്ന കഥ, മറ്റൊന്ന് അയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ യഥാർത്ഥ അളവുകോൽ അവരുടെ വിജയത്തിന്റെയും മഹത്വത്തിന്റെയും നിമിഷങ്ങളല്ല, മറിച്ച് അവരുടെ വിനയത്തിലും പ്രതികൂല സമയങ്ങളിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലുമാണ്. നിങ്ങൾ എന്നേക്കും ജീവിക്കും എന്നതുപോലെ സ്വപ്നം കാണുക. നിങ്ങൾ ഇന്ന് മരിക്കുന്നത് പോലെ ജീവിക്കുക. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പല കാര്യങ്ങളും ദേഷ്യപ്പെടും, പക്ഷെ ഒരു കാരണവശാലും നിങ്ങളെ വിട്ടുപോകില്ല. സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങുമ്പോഴല്ല, അവർ മനസ്സറിഞ്ഞ് നൽകുമ്പോഴാണ് മനോഹരമാകുന്നത്. നമ്മുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ചു നിൽക്കുക. മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും മാറ്റേണ്ടതില്ല. ഓരോ അനുഭവങ്ങളും ഒരു നല്ല പാഠമായി മാത്രം കാണുക. പലരും നമ്മെ പറ്റിച്ചത് അവരുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മൾ അവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചു പോയത് കൊണ്ടാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുന്നതാണ്. തുടർച്ചയായി പുരോഗതി കൈവരുന്ന ആരെയും ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. എത്ര പതുക്കെയാണെങ്കിലും അവർ വിജയിക്കും. ഉള്ളിൽ അഹങ്കരിക്കാതിരിക്കുക, ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളതില്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകുവാനും അധികം സമയം വേണ്ടിവരില്ല. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പല കാര്യങ്ങളും ദേഷ്യപ്പെടും, പക്ഷേ ഒരു കാരണവശാലും അവർ നിങ്ങളെ വിട്ടുപോകില്ല. നമ്മൾ എത്രത്തോളം നിഷ്ക്രിയരായി ഇരിക്കുന്നുവോ അത്രത്തോളം ഭയവും സംശയവും നമ്മളിൽ വളർന്നു വരുന്നു. കൂടുതൽ ആൾക്കാരും തങ്ങൾ സന്തോഷവാന്മാരാണ് എന്നതിനേക്കാൾ തങ്ങൾ ദയനീയരാണ് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും, അറിവില്ലാത്തവർ തർക്കിച്ചു കൊണ്ടിരിക്കും. അറിവ് മാത്രം ഉണ്ടായാൽ പോരാ, തിരിച്ചറിവ് കൂടി ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യനാകുന്നത്. ഒരുപാട് സംസാരിക്കുക, ഒരുപാട് ചിരിക്കുക, സങ്കടം വന്നാൽ കരയുക. കാരണം ഇത് ജീവിതമാണ്, നാടകമല്ല. തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും ന്യായീകരിക്കുന്ന വ്യക്തിയോട് തർക്കിക്കാൻ നിൽക്കരുത്. കാരണം മനസ്സിൽ ഞാനെന്ന ഭാവം ഉള്ള കാലത്തോളം ആ വ്യക്തിക്ക് യാഥാർത്ഥ്യ ബോധമില്ല. സകലയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം ആർക്കും സാധ്യമല്ല. എന്നാൽ നിങ്ങൾക്ക് സ്വയം തൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നത് സാധ്യമായ ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മഴവില്ലിനാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഏറ്റവും കൂടുതൽ നിറങ്ങൾ ഉള്ളത് മനുഷ്യ മനസ്സിനാണ്. സാഹചര്യങ്ങൾക്ക് ആളുകളുടെ നിറം മാറിക്കൊണ്ടിരിക്കും. ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നാൽ നിറഞ്ഞു കവിഞ്ഞ സൗന്ദര്യമോ സമ്പാദ്യമോ അല്ല, മനസമാധാനം നിറഞ്ഞ ജീവിതമാണ്. പലപ്പോഴും തനിക്ക് ആകർഷണം തോന്നുന്ന പെൺകുട്ടിയോട് പുരുഷന്മാർ കൂടുതൽ സൗമ്യമായും എളിമയോടും പെരുമാറുന്നു. എന്നാൽ പഠനങ്ങൾ അനുസരിച്ച് അങ്ങനെ പെരുമാറുന്ന പുരുഷന്മാരെ പെൺകുട്ടികൾ തന്റെ സൗഹൃദ മേഖലയിലേക്കാണ് പരിഗണിക്കുന്നത്. ഭൂതകാലത്തിൽ കുടുങ്ങരുത്, ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ വഴിതെറ്റിപ്പോകരുത്, വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതാണ് സന്തോഷത്തിനുള്ള വഴി. നിങ്ങൾ മറ്റുള്ളവരെ അളക്കാൻ ഉപയോഗിക്കുന്ന അതേ അളവുകോൽ കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെയും അളക്കുമെന്ന് ഓർക്കുക. എപ്പോഴും എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുക. ഒരാളുടെ തെറ്റുകൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. അത് അയാളോട് തന്നെ പറയുക. കാരണം ആ തെറ്റ് തിരുത്തേണ്ടത് അയാളാണ്, മറ്റുള്ളവരല്ല. വേഗത്തിൽ ഓടുന്നവരല്ല, ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്.
പ്രയാസങ്ങൾ ഹൃദയം തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത്. ഏതൊരു ഇരുട്ടും തുളച്ച് ഒരു നാൾ പ്രകാശം നമ്മെ തേടി വരും, പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക്. സ്നേഹം, സമ്പാദ്യം തുടങ്ങി എല്ലാത്തിനും അവകാശം പറയാൻ ആളുകൾ കാണും. എന്നാൽ അവകാശികളില്ലാത്ത ഒന്നുണ്ട്, ദുഃഖം. അത് പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല. ആഗ്രഹിക്കുന്നതിനെതിരെ പോരാടുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാൽ അത് സാധിക്കുന്നത് യുക്തിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ്. ആവശ്യങ്ങൾക്കായുള്ള സ്നേഹം അത് നേടിയെടുക്കുന്നതിലൂടെ തീരും. സഹതാപം കൊണ്ടുള്ള സ്നേഹം സാഹചര്യങ്ങൾ മാറുന്നതോടെ തീരും. സ്വന്തമാക്കാനുള്ള സ്നേഹം അത് ലഭിക്കുന്നതിലൂടെ തീരും. എന്നാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹം ജീവിതാവസാനം വരെ നിലനിൽക്കും. എപ്പോഴും സന്തോഷത്തോടെ നിലകൊള്ളുക. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ കൈകളിലാണ്. ആരെയും ഒരുപാട് സ്നേഹിക്കരുത്. കാരണം ഒരാളെ അമിതമായി സ്നേഹിക്കുമ്പോൾ തെറ്റില്ലെങ്കിൽ കൂടി അയാളിലെ ചെറിയൊരു മാറ്റം പോലും സഹിക്കാൻ കഴിയാതെ വരും. അപ്പോൾ പലതും ചിന്തിച്ച് മനസ്സ് വേദനിപ്പിക്കും. അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ നരകത്തിലൂടെയാണ് നടക്കുന്നതെങ്കിലും മുന്നോട്ട് നടക്കുക. വിഡ്ഢിയായ മനുഷ്യൻ സ്വന്തം ചിന്താശൂന്യതയ്ക്ക് കാരണമായ നിർഭാഗ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ബുദ്ധിമാൻ അവസരങ്ങളെ തിരഞ്ഞു കണ്ടെത്തുന്നു. നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും. നിങ്ങൾ ഭയത്തെ മറികടക്കുക. ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. ഈ ലോകം സത്യത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് കള്ളം പറയരുത്, സത്യം മാത്രം പറയുക. അന്യന്റെ ധനത്തെ അപഹരിക്കാതെയും അവയെക്കുറിച്ച് ചിന്തിക്കാതെയും ഇരിക്കുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കും. സ്വന്തം കാര്യം ഭദ്രമാക്കാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി മാറുന്നത്. നിങ്ങളിൽ ഏറ്റവും മികച്ചത് കണ്ടെത്തുന്നവരോടൊപ്പം സമ്പർക്കം പുലർത്തുക. നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നവരുമായല്ല സഹകരിക്കേണ്ടത്. ജീവിതം നിങ്ങൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകിയേക്കാം. എന്നാൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഫലങ്ങൾ നിർണയിക്കുന്നു. ബുദ്ധി കുറഞ്ഞ സ്ത്രീകൾ പോലും ഒരു പുരുഷനെ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും നമ്മൾ ചിന്തിക്കുന്നതിനോട് പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മോശം കാര്യങ്ങൾ മാത്രം ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നു. എല്ലായ്പ്പോഴും മിതത്വമുള്ളവനായിരിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഒരുപക്ഷെ ഏറ്റവും വലിയ വേദനയ്ക്ക് കാരണമായേക്കാമെന്ന് തിരിച്ചറിയുക. നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്ന കാലത്തോളം സമാധാനം നമ്മുടെ കൂടെ ഉണ്ടാകും. ഒറ്റയ്ക്കിരിക്കാൻ പഠിക്കുക. കണ്ടുമുട്ടിയവരെല്ലാം പിരിയാൻ മാത്രമുള്ളവരാണ്. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നമ്മൾ നടക്കേണ്ട വഴികൾ നമ്മൾ തന്നെയാണ് നടന്നു തീർക്കേണ്ടത്. നിങ്ങളുടെ ആദ്യ വിജയത്തിന് ശേഷം വിശ്രമിക്കരുത്. കാരണം നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് പറയാനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത്. വിഡ്ഢിയായ മനുഷ്യൻ സ്വന്തം ചിന്താശൂന്യതയ്ക്ക് കാരണമായി നിർഭാഗ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ബുദ്ധിമാൻ അവസരങ്ങളെ തിരഞ്ഞു കണ്ടെത്തുന്നു. നിങ്ങൾ ഭയത്തെ മറികടക്കുക. ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത്. എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക. വാക്കുകൾ കൊണ്ട് വാഗ്ദാനങ്ങൾ നൽകാൻ എളുപ്പമാണ്. പ്രവൃത്തികൾ കൊണ്ട് അത് പൂർത്തീകരിക്കലാണ് പ്രയാസം. ഓടാത്ത വാച്ച് കയ്യിൽ കെട്ടിയതുപോലെയാണ് ചില ബന്ധങ്ങൾ. കൂടെയുണ്ടോ? ഉണ്ട്. എന്നാൽ കാര്യമുണ്ടോ? ഇല്ലതാനും. സമ്പത്തിന്റെ പിന്നാലെ മാത്രം പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നുണ്ട്, സമാധാനം. ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ പറയുമ്പോൾ ഒരിക്കലും തിരിച്ചു വരാതെ പോകുന്ന ഒന്നുണ്ട്, വിശ്വാസം. ഇവ രണ്ടും നഷ്ടപ്പെടാതെ നോക്കണം. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് അതിനൊന്നിനും ഒരു പുനർജന്മമില്ല. വിജയികളുടെ കഥകൾ വായിക്കരുത്. അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ. പരാജിതരുടെ കഥകൾ വായിക്കുക. നിങ്ങൾക്ക് വിജയിക്കാനുള്ള പ്രചോദനം ലഭിക്കും. എല്ലായ്പ്പോഴും മനുഷ്യൻ വിധിയെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റുകളുടെയും അഭിനിവേശത്തിന്റെയും ബലഹീനതകളുടെയും പ്രതിനിധിയാണ് അവന്റെ ജീവിതം.
ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദനായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. താഴ്ന്നു കൊടുക്കാം നമ്മളെ അംഗീകരിക്കുന്നവർക്ക് മുന്നിൽ, എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം. യാഥാർത്ഥ്യ ബോധമുള്ളവരായിരിക്കുക എന്നത് വിജയത്തിലേക്കുള്ള യാത്രയിൽ സുപ്രധാന തീരുമാനമാണ്. ജീവിതം ചെറുതാണ്, സമയം പരിമിതമാണ്. അതിനാൽ ആളുകളെ സ്നേഹിക്കുക, മറ്റുള്ളവർക്കായി ജീവിക്കുക, ജീവിതം ആസ്വദിക്കുക. നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതരുത്. സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ് ശ്രദ്ധയോടെ കേൾക്കുന്നവൻ. പഠിച്ചതെല്ലാം ഓർത്തുവെക്കാനായാൽ പരീക്ഷയിൽ വിജയിക്കാനാകും. അനുഭവിച്ചത് പലതും മറക്കാനായാൽ ജീവിതത്തിൽ വിജയിക്കാനാകും. പലപ്പോഴും ജയിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യമോ ശാരീരിക ഭംഗിയോ ആവശ്യമില്ല. നിങ്ങൾക്കാവശ്യം കഴിവുള്ള മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ പ്രതിരൂപമാകണം. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. നിങ്ങൾ ആളുകളെ പ്രചോദിപ്പിക്കുക, പ്രബുദ്ധരാകുക എന്നിവയല്ലാതെ മറ്റൊന്നും ചെയ്യില്ലെന്ന് തീരുമാനിക്കുക. ഒരു വ്യക്തിക്ക് മറ്റൊരാളെ പൂർണ്ണമായും മാറ്റാനാകില്ല. എല്ലായ്പ്പോഴും സ്വന്തം അടിത്തറയിൽ ഉറച്ചു നിൽക്കാൻ മറക്കരുത്. നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്തു പിന്മാറിയവരല്ല, സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമാണ്, എന്നാൽ തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് പ്രയാസമാണ്. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്ന് നാം എന്തു പാഠം പഠിക്കുമെന്നതുമാണ് പ്രധാനം. നിങ്ങൾ വിജയത്തെ പിന്തുടരുമ്പോൾ ക്ഷമയോടിരിക്കുക. വിജയത്തിന് കുറുക്ക് വഴികളില്ല. വാക്കുകൾ കൊണ്ട് ഒരാളെ തകർത്തെറിയുമ്പോൾ ഓർക്കുക, ജീവിതം ഒരു ഫുട്ബോൾ കളിയാണ്. പന്ത് എല്ലാവരുടെയും കാൽച്ചുവട്ടിൽ എത്തുക തന്നെ ചെയ്യും. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും, അറിവില്ലാത്തവർ തർക്കിച്ചുകൊണ്ടിരിക്കും. ഒരു താക്കോൽ മതി അടയ്ക്കാനും തുറക്കാനും, ഒരു നാവ് മതി വളർത്താനും തളർത്താനും. രണ്ടു മനുഷ്യർ തമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. അതിനു വേണ്ടത് സംസാരിക്കാനുള്ള മനസ്സും കേൾക്കാനുള്ള ക്ഷമയുമാണ്. ഒന്നിലും അതിരു കടക്കരുത്. പുഞ്ചിരിച്ചവനെ മാന്യനെന്നും പൊട്ടിച്ചിരിച്ചവനെ ഭ്രാന്തനെന്നും മുദ്രകൊത്തുന്ന സമൂഹമാണ് നമ്മുടേത്. വെറുപ്പ്, സൗഹൃദം, കോപം, സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല. വിജയം എന്നത് യാദൃച്ഛികമല്ല. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. തുടക്കത്തിലെ അടുപ്പം കണ്ട് ആരെയും പ്രിയപ്പെട്ടവരാക്കരുത്. തുടക്കത്തിൽ എല്ലാത്തിനോടും കൗതുകം തോന്നുന്ന ഒരു പിഞ്ചു മനസ്സാണ് മനുഷ്യന്റേത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം ആഘോഷിക്കാം, പക്ഷേ പരാജയം പഠിപ്പിച്ച പാഠങ്ങൾ എന്നും മനസ്സിലുണ്ടാകണം. നഷ്ടപ്പെട്ട സമയം തിരിച്ചു പിടിക്കാനാവില്ല, എന്നാൽ വരാനിരിക്കുന്ന സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനാകും. നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്. മരങ്ങൾ എല്ലാ വർഷവും ഇലകൾ പൊഴിക്കും, എന്നാൽ നാളുകൾ കഴിഞ്ഞ് പുതിയ ഇലകൾ കൊണ്ട് സംതൃപ്തമാകും. സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. സ്വപ്നങ്ങൾക്ക് അധ്വാനിക്കാതെ ഉറക്കവും, ലക്ഷ്യങ്ങൾക്ക് ഉറക്കമില്ലാതെ അധ്വാനവും ആവശ്യമാണ്. വേദനകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്നത്, അടുത്ത് നിങ്ങളെ അടിമുടി മാറ്റുന്നത്. നല്ല ബന്ധങ്ങൾക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ്. എങ്കിൽ മാത്രമേ വിള്ളലുകളില്ലാതെ അത് മുന്നോട്ടു പോവുകയുള്ളൂ. വിശ്വാസമില്ലാത്ത ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിടും. നിങ്ങളുടെ സമയം പരിമിതമാണ്. അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിന്റെ പരിണിത ഫലങ്ങളുമായി ജീവിക്കരുത്. വെളിച്ചമുള്ളിടത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും. നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാലയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല. പരാജിതരാകുമ്പോൾ ശ്രദ്ധിക്കുക. വിജയം നിങ്ങളെ എന്തൊക്കെയോ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്.
വടവൃക്ഷം അതിന്റെ വേരുകൾ ആഴത്തിൽ താഴ്ത്തി ശക്തി കണ്ടെത്തുന്നത് പോലെ ഓരോ വ്യക്തിയും തന്റെ ജീവിതത്തിൽ സന്നിവേശിപ്പിച്ച മൂല്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുക. ഉചിതമായ സമയം വരുന്നതിനായി കാത്തിരിക്കരുത്. ലഭിക്കുന്ന സമയം ഉചിതമാക്കാൻ ശ്രമിക്കുക. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ആത്മാർത്ഥമായി ചെയ്യുക. നാളെ മരണം കടന്നു വരുമോ എന്ന് അറിയാനാകുമോ? നിങ്ങൾ ഒരു വിജയിയോ പരാജയോ ആയിട്ടല്ല ജനിച്ചത്. എന്നാൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായി നിങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു. താഴ്ന്നു കൊടുക്കാം, നമ്മളെ അംഗീകരിക്കുന്നവർക്ക് മുന്നിൽ. എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുൻപിൽ തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കണം. മൗനമായി നിൽക്കുന്നു എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്നല്ല. നിങ്ങളുടെ ആശയങ്ങൾക്ക് മറ്റുള്ളവർ ചെവി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ അവർ നമ്മളെ സ്നേഹിക്കുമെന്ന വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം. കള്ളങ്ങൾ വേഗം വിശ്വസിക്കപ്പെടും. സത്യം വിശ്വസിക്കാൻ തെളിവുകൾ വേണ്ടിവരും. ഇതാണ് ലോകം. ഒരു പുരുഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായവും സ്നേഹവും പരിഗണനയും ആത്മാർത്ഥതയും കാട്ടിയിട്ടുണ്ടെങ്കിൽ ആ പുരുഷനെ നഷ്ടപ്പെടുത്തിയത് നിങ്ങൾക്ക് തീരാ ദുഃഖമാണ്. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം അംഗീകരിക്കുന്നത്. നമ്മുടെ മനസ്സ് കാണാൻ സ്വന്തം കണ്ണുകൾക്കേ കഴിയൂ. അതുകൊണ്ടാകാം മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണുകൾ വേഗം നിറയുന്നത്. പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത്. കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ്. വിട്ടു നിൽക്കുക. സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും. വീഴുന്നത് ഒരു പരാജയമല്ല, മറിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് പരാജയം. ഇടമില്ലെന്ന് തോന്നിയാൽ ഇറങ്ങി നടന്നേക്കണം, എത്ര പ്രിയപ്പെട്ട ഹൃദയങ്ങളിൽ നിന്നായാലും. നിങ്ങളുടെ കുറവുകളെ കുറിച്ച് നിങ്ങളോട് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത്. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികൾ ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങളും അവർക്കും ഉണ്ടാകണം. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തണം. അല്ലാതെ വീണ്ടും നമ്മളിലേക്ക് തന്നെ അടുപ്പിച്ചാൽ അത് നമ്മുടെ നാശത്തിനല്ലാതെ വേറൊന്നിനും വഴിവെക്കില്ല. അസൂയക്കാരന് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാകില്ല. എന്നാൽ നന്നായി ജീവിച്ചവൻ മരണത്തെ പോലും ഭയക്കുന്നില്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങൾ ഇരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും. നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല, സ്വന്തം കഴിവുകൾ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. 1000 ബുക്കുകളിൽ നിന്ന് 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും. മനസ്സറിഞ്ഞു സ്നേഹിച്ച ഒരാളെയും മരിക്കോളം വെറുക്കാൻ കഴിയില്ല. പകരമായി എത്തുന്നവരാരും പകരം വെക്കപ്പെടുകയുമില്ല. ചിന്തകൾ നന്നായിരിക്കണം. കാരണം കാഴ്ചശക്തിക്ക് ചികിത്സയുണ്ട്, കാഴ്ചപ്പാടുകൾക്ക് ചികിത്സയില്ല. കയറിപ്പോയ പടികൾ ഒരിക്കലും മറക്കരുത്. കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നാൽ അവ വീണ്ടും ആവശ്യമായി വരും. അവഗണനയും പരിഗണനയും തിരിച്ചറിയുന്ന നിമിഷം നമുക്ക് നമ്മുടെ വില കൃത്യമായി മനസ്സിലാകും. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല. തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം. ആരിൽ നിന്നും അധികമൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് നമുക്ക് നമ്മുടെ മനസ്സിനും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. നിങ്ങളുടെ സത്യസന്ധത ആരുടെയും മുന്നിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളിൽ വിശ്വാസമുള്ള ഒരാൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കുകയുമില്ല. നന്മയുടെ പ്രകാശം മനസ്സിലുണ്ടെങ്കിൽ ഒരിരുട്ടിനും നിങ്ങളെ തോൽപ്പിക്കാനാകില്ല. ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ ചെറിയ കാര്യങ്ങൾ വരെ അറിയാൻ താല്പര്യം കാണിക്കും. മറ്റൊരാളുടെ കണ്ണ് നിറച്ചുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഏതൊരു സന്തോഷത്തിനും അല്പായുസ്സേ കാണുകയുള്ളൂ. ഒരു സ്വപ്നം നിറവേറ്റാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. സമയം എന്തായാലും കടന്നു പോകും. നിങ്ങളുടെ മോശം ഭാവി സാഹചര്യത്തിന് നിങ്ങൾ സ്വയം ഉത്തരവാദിയാകരുത്. നിങ്ങൾക്ക് വിജയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിജയിക്കുക. ഏത് സന്ദർഭത്തിലും നിങ്ങളെ മോശക്കാരനാക്കുവാൻ ശ്രമിക്കുന്ന ചിലരുണ്ടാവും. അവരോട് പ്രതികരിക്കാൻ ശ്രമിക്കരുത്. അതൊരു മനോരോഗമാണെന്നവർ തിരിച്ചറിയുന്നില്ല.
മരണം ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമല്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മരിക്കുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ഭാവിയിൽ അവർ ആരായി തീരണമെന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഒരു ഓക്കുമരത്തെ അങ്ങനെ തന്നെ വളരാൻ അനുവദിക്കുക, അതിനെ ഒരു ആപ്പിൾ മരമാക്കാൻ നിർബന്ധിക്കുന്നത് മണ്ടത്തരമാണ്. എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ഒരിക്കലും മടുത്തു പിന്മാറരുത്. ജീവിതം ഒരു പോർക്കളവും നമ്മൾ അതിലെ പോരാളികളുമാണ്. ജീവിതത്തിൽ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തെ മുൻകൂറായി വിലയിരുത്തുന്നത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ ശേഷിക്കുന്ന ജീവിതം മുഴുവനും അതിന് വിലയായി നൽകേണ്ടതില്ല. നിങ്ങൾ ജീവിതത്തിൽ നിരവധി പരാജയങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ സ്വയം പരാജയപ്പെടാൻ ഒരിക്കലും അനുവദിക്കരുത്. ജീവിതത്തിൽ ഒരുപാട് പാഠം പഠിക്കേണ്ടതായി വരും. എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാന പാഠം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. കണ്ണു നിറച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വെക്കണം. അതോർത്ത് വീണ്ടും കരയാനല്ല, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റുപോവാതിരിക്കാൻ വേണ്ടി മാത്രം. ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിൽ ഒരു വിങ്ങലാണ്. എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത്. ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക. പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക. നിങ്ങളുടെ സൗഹൃദമാണ് നിങ്ങളുടെ ദൗർബല്യമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബലവാൻ നിങ്ങളാണ്. യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണമെന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ. ആസൂത്രണമില്ലാതെ പണം അമിതമായി ചിലവഴിക്കുന്ന ശക്തനായ എതിരാളി പ്രകോപിപ്പിക്കുന്ന എല്ലാതരം സ്ത്രീകളുമായുള്ള ബന്ധം ആഗ്രഹിക്കുന്ന ഒരാൾ തീർച്ചയായും പെട്ടെന്നുള്ള നാശം നേരിടും. ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണ്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം മുഖംമൂടി അണിഞ്ഞവരായിരിക്കും പലരും. തെറ്റ് സംഭവിക്കാത്തവരായി ഈ ലോകത്ത് ആരും തന്നെയില്ല. അതിനാൽ തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ ബന്ധങ്ങൾ ഒഴിവാക്കാതിരിക്കുക. നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത്. എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക. സത്യസന്ധമായി അത് നേടിയെടുക്കുക. ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല, എല്ലാം എന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അഭിനയിക്കാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേ ഉള്ളൂ. ആഴത്തിൽ ഇറങ്ങിയാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ്. അത് മണ്ണിലായാലും മനസ്സിലായാലും. ആഗ്രഹിക്കാം, പക്ഷെ ലഭിക്കണമെന്ന് വാശി പിടിക്കരുത്. സ്നേഹിക്കാം, പക്ഷെ അവർ തിരിച്ചു സ്നേഹിക്കണമെന്ന് വാശി പിടിക്കരുത്. നിങ്ങളുടെ സ്വന്തക്കാർ ആരാണെന്ന് ചോദിക്കുന്നവരോട് പറയുക, അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാർ, അവസ്ഥ മോശമായാൽ സ്വന്തക്കാരുമില്ല, ബന്ധുക്കളുമില്ല. വേണമെന്ന് വിചാരിച്ചാൽ എന്തിനും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും. പക്ഷെ വേണമെന്ന് തോന്നണം. മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ അയാൾക്ക് നൽകുന്ന മൂല്യം. എല്ലാ കാലവും നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും തൃപ്തിപ്പെടുത്തിയും ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളായി തന്നെ ജീവിക്കുക. 1000 വലിയ ശരികൾക്കിടയിലും ഒരു ചെറിയ തെറ്റു മതി നമ്മൾ പലർക്കും അന്യരാകാൻ. പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല ജീവിതം. ജീവിതത്തിലൂടെ പഠിക്കാനാകൂ. അടുത്ത നിമിഷം എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് ആർക്കും പ്രവചിക്കാനാകില്ല. നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നമ്മുടെ മനോഭാവം മാത്രമാണ്. എപ്പോഴും നല്ലതിനെ കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുക. കാരണം എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സ്, അതുപോലെയാണ് ലോകവും. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും. നമ്മുടെ കീഴടങ്ങൽ ചിലരുടെ ആഗ്രഹമായിരിക്കും. ഇവയ്ക്കെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും നമ്മുടെ വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൽ എത്താനാണ് നാം ശ്രമിക്കേണ്ടത്. ഒരു ജ്ഞാനിയും വിഡ്ഢിയും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം.
ആദ്യത്തെയാൾ തനിക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതിനു വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ആൾ ഇഷ്ടപ്പെടുന്നതെല്ലാം ആഗ്രഹിക്കുന്നു. കരച്ചിലടക്കിയ ചിരിയും നോവിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്ന മനസ്സും ഒരു പെണ്ണിന്റെ ബലവും ബലഹീനതയുമാണ്. ഏറ്റവും വിഷമകരമായ കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ്. ബാക്കിയുള്ളത് വെറും സമർപ്പണം മാത്രമാണ്.